സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിൻ്റെ യുഗം അവസാനിച്ചു എന്നാണ് വിമതർ പറയുന്നത്. സിറിയ സ്വതന്ത്ര രാജ്യമായി എന്നവർ പ്രഖ്യാപിക്കുന്നു. സിറിയയുടെ ചരിത്രത്തിൽ ഒരു പുതിയ യുഗത്തിനാണ് തുടക്കം കുറിക്കുന്നത് എന്നാണ് അവർ ഈ സാഹചര്യത്തെ വിശേഷിപ്പിക്കുന്നത്. വിമതരുടെ മുന്നേറ്റത്തെ തുടർന്ന് ബാഷർ അൽ അസദ് ഡമാസ്കസ് വിട്ടു. അസദിൻ്റെ 24 വർഷത്തെ ഭരണമാണ് അവസാനിച്ചത് എന്ന് ഓർക്കണം. 13 വർഷത്തിലേറെയായി സിറിയ യുദ്ധത്തിലായിരുന്നു. ഇത്തരം ചില രാജ്യങ്ങളുടെ കഥ കേൾക്കുമ്പോഴാണ് ഇന്ത്യ പോലൊരു രാജ്യത്ത് ജനിച്ചത് എത്ര ഭാഗ്യമാണ് എന്ന് പലരും ഓർക്കുന്നത്. നിരന്തരമായ യുദ്ധങ്ങൾ, കൂട്ടക്കുരുതികൾ, കുഞ്ഞുങ്ങളെന്നോ സ്ത്രീകളെന്നോ നോക്കാതെയുള്ള ആക്രമണങ്ങൾ. അത്തരം രാജ്യത്ത് ജീവിക്കുക ഒരു നരകതുല്യമായ യാഥാർത്ഥ്യമാണ്. ഒരർത്ഥത്തിൽ സിറിയൻ ആഭ്യന്തര യുദ്ധം അറബ് വസന്തത്തിൻ്റെ പൂർത്തിയാക്കാത്ത അജണ്ടയായിരുന്നു. ഇത് വടക്കേ ആഫ്രിക്കയിലെ ട്യുണീഷ്യയിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത്. പശ്ചിമേഷ്യയുടെ പല ഭാഗങ്ങളിലേക്കും അത് വ്യാപിച്ചു. അവിടെ 26-കാരനായ ഒരു ട്യുണീഷ്യൻ ബിരുദധാരി ഉണ്ടായിരുന്നു, മുഹമ്മദ് ബു അസീസി. അസീസിക്ക് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ജോലി കണ്ടെത്തുക, അതായിരുന്നു ലക്ഷ്യം. പക്ഷേ അയാൾ പരാജയപ്പെട്ടു. അപ്പോൾ പഴങ്ങളും പച്ചക്കറികളുമൊക്കെ വിൽക്കാൻ തുടങ്ങി. പെർമിറ്റില്ലാതെ തെരുവിൽ കച്ചവടം നടത്തുന്നത് നിയമവിരുദ്ധമാണ് എന്ന് ഒരു പോലീസുകാരൻ പറഞ്ഞു. പോലീസ് കോൺസ്റ്റബിൾ പിന്നീട് കൈക്കൂലി ആവശ്യപ്പെട്ടു. അവൻ വിസമ്മതിച്ചു. അപ്പോൾ അവനെ അവർ മർദ്ദിച്ചു. അവൻ്റെ വണ്ടി എടുത്തുകൊണ്ടുപോയി. പ്രതിഷേധ സൂചകമായി 2010 ഡിസംബറിൽ അയാൾ സ്വയം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. പൊതുപ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു. 23 വർഷം രാജ്യം ഭരിച്ച ട്യുണീഷ്യൻ ഏകാധിപതി അൽ അബിദീന് അന്ന് പുറത്തു പോകേണ്ടി വന്നു. 2011 അയാൾ പുറത്തുപോയത്. സിറിയയിലും ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മയും ഒക്കെ വലിയ ചർച്ചാ വിഷയമായി. അസദ് കുടുംബം നിയന്ത്രിക്കുന്ന സർക്കാരിലെ അഴിമതി വലിയ തോതിൽ ചർച്ചയായി. 2011 സിറിയയിൽ സമാധാനപരമായ ഒരു പ്രതിഷേധമാണ് ആദ്യം ആരംഭിച്ചത്. സിറിയൻ പ്രസിഡന്റ് അൽ അസദ് ക്രൂരമായി അതിനെ അടിച്ചമർത്തി. 1971 ബാത്ത് പാർട്ടിയുടെ കീഴിൽ ഹഫീസ് അൽ അസദ് ഏകാധിപത്യ ഭരണം സ്ഥാപിച്ചു. അന്ന് മുതൽ ആ കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ആ രാജ്യം. 2000 ഹഫീസിൻ്റെ മരണശേഷം ബാഷർ അധികാരമേറ്റു. സമാധാനപരമായ അറബ് വസന്തം സായുധ കലാപത്തിന് അങ്ങനെ വഴിയൊരുങ്ങി. അതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ 2011 കണ്ടത്. ഒരു വർഷത്തിനുള്ളിൽ സിറിയ സമ്പൂർണ്ണ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങി. അലപ്പോ കേന്ദ്രബിന്ദുവായി നിരവധി പ്രദേശങ്ങൾ ശക്തമായ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു. ഏതാണ്ട് അതേസമയം സിറിയൻ അറബ് ആർമി എന്ന ഔദ്യോഗികമായി വിളിപ്പേരുള്ള സിറിയയിലെ സൈന്യം സ്വതന്ത്ര സിറിയൻ ആർമി എന്ന ബാനറിന് കീഴിൽ സംഘടിക്കുന്ന ഗ്രൂപ്പുകളോടൊപ്പം ചേർന്നു. അതൊരു കൂറുമാറ്റമായിരുന്നു. ഓർഗനൈസേഷൻ ഫോർ ദ ലിബറേഷൻ ഓഫ് ഗ്രേറ്റർ സിറിയയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ജിഹാദി ഗ്രൂപ്പ് രൂപം കൊണ്ടു. നിലവിൽ അതിനെ ഹയാത്ത് തഹരീർ അൽ ഷാം എന്ന് വിളിക്കാം. ഈ 13 വർഷത്തിനിടയിൽ സിറിയൻ ആഭ്യന്തര യുദ്ധം ഒരിക്കലും മരവിച്ചിട്ടില്ല. സിറിയയുടെ വിവിധ പ്രദേശങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് തങ്ങളുടെ തന്ത്രപരമായ ശക്തി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വിവിധ പാർട്ടികളുടെ പിന്തുണയോടുകൂടി നിരവധി ഗ്രൂപ്പുകളുടെ മുന്നേറ്റം അവിടെ കാണാൻ കഴിഞ്ഞു. HTS വിമതർ, ഹോംസ്, ദേര എന്നിവ പിടിച്ചെടുത്തു. പ്രസിഡന്റ് അസദ് അജ്ഞാത സ്ഥലത്തേക്ക് പലായനം ചെയ്തു. തലസ്ഥാനമായ ഡമാസ്കസും ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നു. HTS വടക്കൻ ഭാഗങ്ങളിൽ വലിയ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. കുർദിഷ് ഗ്രൂപ്പായ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് രാജ്യത്തിൻ്റെ വടക്കുകിഴക്കൻ ഭാഗത്ത് വലിയൊരു ഭാഗം കൈവശപ്പെടുത്തി കഴിഞ്ഞു. സിറിയ, ഇറാഖ്, ജോർദാൻ എന്നിവയുടെ ട്രൈ ജംഗ്ഷന് സമീപമുള്ള അൽ തൻഫിലാണ് അമേരിക്കയുടെ താവളം. കഴിഞ്ഞ നവംബർ 27 വിമതർ അലപ്പോയിലേക്ക് വൻ ആക്രമണം നടത്തിയത്. അത് അസദിൻ്റെ സേനയെ അമ്പരപ്പിച്ചു. അസദിൻ്റെ പതനത്തിനുള്ള കൗണ്ട് ഡൗൺ അവിടെയാണ് തുടങ്ങുന്നത്. വർഷങ്ങളോളം അസദിൻ്റെ സേനയെ ഇറാനും ഇറാൻ്റെ അർദ്ധസൈനിക പ്രതിനിധികളായ ഹിസ്ബുള്ളയും റഷ്യയുമൊക്കെ പിന്തുണച്ചിരുന്നു.
തുർക്കി, സൗദി അറേബ്യ, US, UK എന്നീ രാജ്യങ്ങൾ വ്യത്യസ്തമായ സമയങ്ങളിൽ വ്യത്യസ്തമായ തലങ്ങളിൽ വിമതരെ പിന്തുണച്ചു. HTSൻ്റെ ഇപ്പോഴത്തെ മുന്നേറ്റത്തിന് തുർക്കിയുടെയും പിന്തുണയുണ്ട് എന്നാണ് വിവരം. രാജ്യത്തിൻ്റെ സ്ഥാപനങ്ങൾക്കെതിരെ എണ്ണമറ്റ സാമ്പത്തിക ഉപരോധങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ ഭാഗമായി നേരിട്ടു. യുദ്ധം അങ്ങനെ നീണ്ടുപോയത് അസദിൻ്റെ വിധി മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. 2023 ഒക്ടോബറിൽ പാലസ്തീൻ സംഘം നടത്തിയ റെയ്ഡുകൾക്ക് ശേഷം ഹിസ്ബുള്ള ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിലേക്ക് ചാടി. 1200-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. 2500-ലധികം പേരെ ഇസ്രയേൽ പ്രദേശത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയി. ഈ യുദ്ധത്തിൽ ഇസ്രയേൽ ഹിസ്ബുള്ളയെ കടന്നാക്രമിച്ചു. അതിൻ്റെ മുൻനിര നേതാക്കളിൽ പലരെയും ഇല്ലാതാക്കി. ഇതേ യുദ്ധത്തിൽ ഇറാനും സാമ്പത്തികവും സൈനികവുമായ നഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ അതിലും പ്രധാനമായി ഇസ്രയേൽ ഹമാസ് ഹിസ്ബുള്ള യുദ്ധത്തിൽ ഇറാൻ ഉൾപ്പെട്ടപ്പോൾ അസദ് കാര്യമായി പ്രതികരിച്ചില്ല. ഇറാനിലെ ചില വിഭാഗങ്ങൾ ഇത് ചതിയായി കണ്ടു. അതുകൊണ്ടാകണം തന്നെ രക്ഷിക്കാൻ അസദിന് സഖ്യകക്ഷികളെ കണ്ടെത്താനായില്ല. HTS അവസരം മുതലെടുത്തു. അസദിൻ്റെ സേനയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് വിമതസേന മുന്നേറി. അവർ ശക്തി പ്രാപിച്ചു. സിറിയൻ സേനയ്ക്കെതിരെയുള്ള ഏറ്റവും പുതിയ ആക്രമണങ്ങൾക്കായി HTS പുതിയ യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അസദിനെ പുറത്താക്കാൻ 13 വർഷത്തെ സിറിയൻ പോരാട്ടത്തിൽ 5 ലക്ഷത്തിലധികം ആളുകൾ മരിച്ചു. രാജ്യത്തെ പകുതിയിലധികം ജനങ്ങൾ അവിടെ നിന്ന് പലായനം ചെയ്തു. ഇങ്ങനെയൊക്കെ ഒരു രാജ്യം അതിൻ്റെ ചരിത്രം പറയുമ്പോൾ സമാധാനപൂർവമായി ജീവിക്കാൻ കഴിയുന്ന ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിലേക്ക് ആളുകൾ ഉറ്റുനോക്കുകയാണ്. ഇവിടെ അത്തരത്തിൽ ആഭ്യന്തര യുദ്ധങ്ങളില്ല, കലാപങ്ങളില്ല. ആകെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അതിനപ്പുറത്തേക്കൊക്കെ ജനാധിപത്യത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നു നമ്മുടെ രാജ്യം.